കോട്ടയത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവും അതുപോലെ തന്നെ പുത്തൻ മുഖവും നൽകുകയാണ് കോട്ടയം കുമാരനെല്ലൂരിലുള്ള കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതി. എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം ഈ മാസം 12-ാം തീയതി നടക്കുകയാണ്. നിരവധി സഞ്ചാരികളാണ് ഈ ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യഭംഗി ആസ്വദിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്, ദിവസേന എത്തുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം ഒന്ന് കാണാം. കോട്ടയം നഗരസഭയുടെ 51-ാം വാർഡിലാണ് കുമാരനെല്ലൂർ കളരിക്കൽ പ്രദേശത്ത് കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഈ കരിയമ്പാടം 100 ഏക്കർ പാടശേഖരമാണ്. ആ പാടശേഖരത്തിൽ അതിൻ്റെ നടുവിലൂടെ നടക്കുന്ന ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലുള്ള തോടുണ്ട്. രണ്ടു വശത്തും പാടശേഖരമാണ്. ഇതിൻ്റെ പ്രധാന പദ്ധതിയിൽപ്പെട്ടത് ഈ തോടിനും പാടശേഖരത്തിനും ഇടയ്ക്ക് 3 മീറ്റർ വീതിയിൽ കയർപ്പ് വസ്ത്രം 1 കിലോമീറ്റർ ദൂരം ധരിച്ചിരിക്കുക എന്നുള്ളതാണ് ഈ പാടശേഖരത്തിൻ്റെ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം കാലം ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് കയർപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ 3 നഗരസഭകളിലാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. ഒന്ന് ഗുരുവായൂരും ഇരിങ്ങാലക്കുടയും കോട്ടയവുമാണ്. ഈ കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ 1 കിലോമീറ്റർ നീളത്തിലുള്ള കയർവ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കയർവ് വസ്ത്രം ധരിച്ചിരിക്കുന്ന നടപ്പാതയാണ് ഈ ടൂറിസ്റ്റ് വില്ലേജിൽ ഉള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഈ തോട്ടിലൂടെ നമുക്ക് പെഡൽ ബോട്ട്, ഇന്ധനരഹിത ബോട്ടാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് കുടുംബശ്രീയുടെ എല്ലാ നാടൻ ഭക്ഷണശാലകളാണ് നിലവിൽ ഉള്ളത്. അത് ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എല്ലാം തന്നെ നിലയിൽ വരും. മറ്റ് തൊട്ടടുത്ത ഒരു കുടുംബശ്രീ എന്നുള്ളതിലേക്ക് നമുക്ക് ചെടികൾ ഒക്കെ വിൽക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കിവിടെ ഭക്ഷണവും അതോടൊപ്പം തന്നെ ഓപ്പൺ ലൈബ്രറി. ഇവിടെ ആർക്ക് വേണേലും രാവിലെയും വൈകിട്ടും വന്ന് പുസ്തകം എടുത്ത് വായിച്ച് കൃത്യതയോടുകൂടി അത് തിരിച്ചെത്തിക്കുന്ന സൗജന്യമായിട്ട് തന്നെ അങ്ങനെ ഒരു ഓപ്പൺ ലൈബ്രറിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും നടക്കുന്ന ഈ പ്രവൃത്തി ഒരുപക്ഷെ കോട്ടയം നഗരസഭയുടെ ആദ്യത്തെ ഗ്രാമീണ ടൂറിസമാണ്. 12-ാം തീയതി ആണ് ഉദ്ഘാടനം. ഇത് ജനങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് 13-ാം തീയതി ഈ കരിയമ്പാടം ഫെസ്റ്റ് എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് വിവിധ തരത്തിലുള്ള കലാപരിപാടികളോടുകൂടിയുള്ള ഒരു ആഘോഷമാണ് ആ ഫെസ്റ്റിലാകെ നടക്കുന്നത്. 12-ാം തീയതി ഈ പരിപാടി ഈ ടൂറിസം ഈ പദ്ധതി ജനങ്ങൾക്ക് അത് ആകെ തുറന്നു കൊടുക്കുമ്പോഴേക്കും ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ അവറുകളാണ് ഇതാകെ തുറന്നു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പരിപാടിയിൽ നമ്മുടെ പാടശേഖര കമ്മിറ്റിയുടെ പ്രസിഡന്റ് അധ്യക്ഷനാകും. ബഹുമാനപ്പെട്ട MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട കോട്ടയം നഗരസഭ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് K അനിൽകുമാർ, ശ്രീമതി ലതിക സുഭാഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇവിടെ നമ്മുടെ വാർഡിലുള്ള കോട്ടയം നഗരസഭയുടെ 51-ാം വാർഡിലുള്ള സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആൾക്കാരും അതിൽ ആശംസകൾ അർപ്പിക്കും. തീർച്ചയായിട്ടും ആ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി. ഏകദേശം 3.5 വർഷക്കാലം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. അന്ന് ആ രൂപം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വാർഡ് സഭയിൽ വെച്ചുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോഴാണ് അതിൻ്റെ പണികളൊക്കെ തന്നെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാം ഇപ്പോൾ ആദ്യകാല സമയത്ത് തന്നെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് ഇതിൻ്റെ ആൾക്കാർ വന്നതോടുകൂടി എല്ലാ ഗ്രാമവാസികളും പ്രദേശവാസികളും ഒക്കെ തന്നെ വലിയ ആഹ്ലാദത്തിലാണ്.
ഇന്ന് 12-ാം തീയതി ഈ കരിയപ്പാടം ടൂറിസ്റ്റ് വില്ലേജ് നാടിൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കുമ്പോൾ അതിനെ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരുപക്ഷെ തദ്ദേശവാസികളായ എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് ടൂറിസത്തിന് കിട്ടിയ ഒരു ഫണ്ടല്ല, അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഈ ടൂറിസ്റ്റ് വില്ലേജിൽ നമ്മൾ ഫണ്ട് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫണ്ട് സംരക്ഷണത്തിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ടൂറിസമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴേക്കും എല്ലാ പ്രവൃത്തിയും തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ വലിയ അഭിമാനമുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന ബെഞ്ചുകളൊക്കെ തന്നെ സ്പോൺസറിങ് ആണ്. ഇവിടെ നടത്തിയിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നാട്ടുകാരുടെ സഹായത്തിലാണ്. പെയിൻറ്റിങ് ആകട്ടെ, പോളവാറിലാകട്ടെ, ഇതെല്ലാം തന്നെ ഈ രംഗത്ത് എല്ലാ തദ്ദേശവാസികളുടെയും വലിയ സഹായ സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ അഭിമാനമുണ്ട്.